മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികൾക്ക് ഉറപ്പുമായി MLAമാർ. ഇത്തവണ +1 സീറ്റ് ലഭ്യമാകുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന VS ജോയും PMA സമീറും 24 പറഞ്ഞു. പരമാവധി വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ തന്നെ സീറ്റ് ലഭിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ടെന്നും ഈ 2 MLAമാരും വ്യക്തമാക്കുന്നു. ഈ വർഷം അത്ര വലിയൊരു രൂക്ഷമായ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ അഡീഷണൽ ബാച്ച് സീറ്റുകൾ കൊടുത്തത് നമ്മൾ +1 നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കുട്ടികളും രക്ഷിതാക്കളൊക്കെ ആശങ്കാകുലരായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മറ്റ് ജില്ലകളിൽ പോയി ഒരുപാട് ആശങ്കയുണ്ടായി. ഒരുപാട് സമരത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച് കൊടുത്ത സീറ്റുകൾ ഈ തവണ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അലോട്ട്മെൻറ്റ് വരുന്നതുകൊണ്ടാണ്. അടുത്ത വർഷം നമ്മൾ അധിക ബാച്ചുകളെ കുറിച്ച് ആലോചിക്കുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ സീറ്റുകൾ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അടുത്ത +1 പ്രവേശനത്തിന് മുമ്പായിട്ട് അധിക ബാച്ചുകളെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കും. ഈ വർഷം അത്ര പ്രയാസം ഉണ്ടാവില്ലെന്നാണ് എന്നെ മനസ്സിലാക്കുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ക്യാബിനറ്റ് മീറ്റിങ്ങിലും അത് വന്നു. പിന്നീട് ഞങ്ങൾ പാർലമെൻ്ററി മീറ്റിങ്ങിലും പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിലും അത് വരികയും അവിടേക്ക് ബാച്ചുകൾ അനുവദിക്കാനുള്ള ഉത്തരവ് അന്ന് തന്നെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് ജില്ലയിൽ ആവശ്യമായ സീറ്റുകൾ ജില്ലയിൽ തന്നെ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചു വെച്ചത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ കൂടി പരിഹരിക്കുമെന്ന് മന്ത്രിയുമായിട്ടുള്ള ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും പിന്നീട് UDFൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തും. അതത് ജില്ലകളിൽ തന്നെ സീറ്റ് കിട്ടാൻ ലഭ്യമാക്കും എന്നുള്ളതാണ്. 2 MLAമാരും ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. മലപ്പുറത്ത് തന്നെ ഈ +1 സീറ്റുകൾ ഉണ്ടാകും. നിഖിൽ പ്രവേശിച്ചിരുന്നു മലപ്പുറത്ത് നിന്ന്. നിഖിലെ, മലപ്പുറത്ത് കഴിഞ്ഞ തവണ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വർഷവും ഈ അഡ്മിഷൻ്റെ പ്രശ്നമാണോ? വെരി ഗുഡ് മോർണിംഗ്. എല്ലാ വർഷവും മലപ്പുറത്ത് +1 സീറ്റുകൾ ലഭ്യമാകാതെ വരികയും വിദ്യാർത്ഥികളുടെ കണ്ണീർ നമ്മൾ കാണേണ്ടി വരാറുമുണ്ട്. അതെല്ലാ വർഷവും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി പാസ്സാകുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുകയും അവസാന ഘട്ടങ്ങളിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണ അത്തരം ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ തള്ളിവിടില്ല എന്നുള്ള ഉറപ്പാണ് 2 UDF MLAമാർ, ഒരു കോൺഗ്രസ് MLAയും അടക്കം തന്നെ ഒരു മുസ്ലിം ലീഗ് MLAയും ഉറപ്പ് നൽകുന്നത്. VS ജോയും അടക്കം തന്നെ PMA സമീറും ഇക്കാര്യം ഉറപ്പ് നൽകുകയാണ്. ഇത്തവണ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് സർക്കാർ അധികാരത്തിലേറ്റതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് സാധ്യമായിട്ടില്ല. പക്ഷേ അടുത്ത വർഷമാകുമ്പോഴേക്കും കൂടുതൽ ബാച്ചുകളടക്കം അനുവദിപ്പിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കും. ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടുന്ന നടപടി ഈ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയെ MLAമാർ എന്നുള്ള നിലയ്ക്ക് നിരന്തരം തങ്ങളും കണ്ടിക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് 2 MLAമാരും ഉറപ്പ് നൽകുന്നത്. ഇപ്പോൾ 2ാം അലോട്ട്മെന്റ് പൂർത്തിയായിട്ടേ ഉള്ളൂ. 2ാം അലോട്ട്മെന്റിൽ ഏതാണ്ട് 20,000-ൽ പരം കുട്ടികൾക്ക് ഇതിനോടകം തന്നെ സീറ്റുകൾ ലഭ്യമായിട്ടുമുണ്ട് സംസ്ഥാനത്തുടനീളം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ മുഴുവൻ അലോട്ട്മെന്റുകളും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉന്നത വിജയം നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും അവരവരുടെ ജില്ലകളിൽ തന്നെ അവരവർ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളുകളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല മറ്റ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ഉപരിപഠനം അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും ജില്ലയിൽ തന്നെ പ്രവേശനം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വരും വർഷങ്ങളിൽ സാധിക്കും എന്നുള്ള ഉറപ്പുകൂടി MLAമാർ നൽകുകയാണ്. എന്തായാലും മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു പ്രതിസന്ധി +1ന്റെ കാര്യത്തിൽ ജില്ലയിൽ ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളതാണ് MLAമാർ നൽകുന്ന ഉറപ്പ്. ഇതിനോടകം തന്നെ പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഒക്കെയായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. +1 സീറ്റിന് അപര്യാപ്തതയുണ്ട്, പോരായ്മയുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട്. എന്നാൽ അത് അനാവശ്യമാണെന്നും അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് തള്ളിവിടേണ്ടതില്ല എന്നുമാണ് ഭരണകക്ഷി MLAമാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.